നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ കുറേ എപ്പിസോഡുകളായിട്ട് വളരെ സീരിയസ് ആയ സബ്ജക്റ്റുകളല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ലൈറ്ററായ സബ്ജക്റ്റാണ് ഇപ്പൊ പറയുന്നത്. സിനിമയുടെ ബ്ലൂ പ്രിന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിനിമയുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ തിരക്കഥയാണ്. തിരക്കഥ നന്നായാൽ തീർച്ചയായിട്ടും നന്നായിട്ട് എടുക്കാൻ അറിയാവുന്ന ആളല്ലെങ്കിൽ പോലും മിസ്കാസ്റ്റിംഗ് ആണെങ്കിൽ പോലും തിരക്കഥയുടെ കെട്ടുറപ്പിൽ ചിലപ്പോൾ സിനിമ ശ്രദ്ധിക്കപ്പെടാം. പക്ഷേ നന്നായിട്ട് ടേക്കിങ്സ് ഒക്കെ എടുക്കാൻ അറിയാവുന്ന സംവിധായകനും നല്ല ആർട്ടിസ്റ്റുകളെയും വെച്ച് ചെയ്തു. പക്ഷെ തിരക്കഥ പാളിപ്പോയാൽ തീർന്നു. ഇതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരക്കഥ രംഗത്തെ ചില കുസൃതികൾ അല്ലെങ്കിൽ ചില തമാശകളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിലെ മുഖ്യ കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ ശ്രീനിവാസൻ തന്നെയാണ്. തിരക്കഥ എഴുതുന്നതിനാലാണ് സിനിമയുടെ ബ്ലൂ പ്രിന്റിനെ തിരക്കഥ എന്ന് പറയുന്നത് എന്നാണ് സാക്ഷാൽ ശ്രീനിവാസൻ നിർവഹിച്ചിട്ടുള്ളത്. തിരക്കഥ എഴുതുന്നതുകൊണ്ടാണ് തിരക്കഥ എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പവൻ വിലയുള്ള തിരക്കഥാകൃത്താണ്. പക്ഷേ എഴുതി കിട്ടുക എന്നുള്ളത് വലിയ കരിമല കയറ്റം ഭയങ്കരം അയ്യപ്പ എന്ന് പറയുന്ന കഠിനം പൊന്ന അയ്യപ്പ എന്ന് വിളിക്കും പോലെയാണ് ഷീനി ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കിട്ടുക എന്നുള്ളത്. ആധാരം എഴുതുന്നത് പോലെയോ 1000 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതുന്ന പോലെയോ 10 തെങ്ങിൻ്റെ ചോട് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കിളയ്ക്കുന്നതിനിടയിലോ അതുപോലെ തീർക്കാവുന്ന പണിയല്ല തിരക്കഥ എന്നാണ് അദ്ദേഹം പറയാറ്. 100% ശരിയാണ്. അതൊരു ക്രിയേറ്റീവ് വർക്കാണല്ലോ. ഒരു സമയം 2ഉം 3ഉം 4ഉം സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന വേന്ദ്രന്മാരുള്ള നാടായിരുന്നു കേരളം. എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഒരേ സമയം 2 സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്നവരില്ലായിരുന്നു. ഒരു ദിവസം തന്നെ നസീർ സാറൊക്കെ 4 സിനിമയിൽ അഭിനയിക്കില്ലായിരുന്നു. 4 ക്യാരക്ടറൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള മലയാള സിനിമയിൽ എന്താ പറയുക കയ്യും കാലും വെച്ച് എഴുതുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കലു ഡെന്നീസിന്റെ പ്രതാപകാലത്ത് ഡെന്നിച്ചായൻ മാതാ ടൂറിസ്റ്റ് ഹോമിലെ എല്ലാ റൂമുകളും മേളിലത്തെ നിലയിലെ എല്ലാ റൂമുകളും അദ്ദേഹത്തിന്റെ തിരക്കഥാ ഫാക്ടറി ആയിരുന്നു. അദ്ദേഹം നടന്ന് 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 ഓരോ സീനിന്റെയും ഡയലോഗ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതിയെടുക്കും. എന്നിട്ട് അവരത് പൊലിപ്പിച്ച് എഴുതി വെച്ച ശേഷം ഡെന്നിച്ചായൻ വായിക്കും. വായിച്ചിട്ട് അദ്ദേഹം വെട്ടലും തിരുത്തലും ഒക്കെ നടത്തും. അങ്ങനെ ഒരു കാലത്ത് ഒരേ സമയം 3ഉം 4ഉം പടത്തിന് തിരക്കഥ എഴുതുക മാത്രമല്ല തിരക്കഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുണ്ട്. ഇപ്പൊ എന്റെ പടത്തിന് തന്നയിക്കേണ്ട തിരക്കഥ എടുത്ത് ജോഷി സാറിന്റെ പടത്തിനെടുത്ത് എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കി. അങ്ങനെ തിരക്കഥ മാറിപ്പോയ ചരിത്രമുണ്ട്. പക്ഷെ ശ്രീനിവാസനെ കൊണ്ട് അതാവൂല. കാരണം ഒരു സിനിമയ്ക്ക് ഒരു തിരക്കഥ എഴുതാൻ തന്നെ ഏറ്റവും കുറഞ്ഞത് 1 വർഷം അദ്ദേഹത്തിന് വേണം എന്നുള്ളതാണ്. അല്ലാതെ തട്ടിക്കൂട്ടി എഴുതുന്ന ഒരു പരിപാടിയും അദ്ദേഹം ചെയ്യില്ല. ഒരു സിനിമയുടെ രചനയ്ക്കായി അദ്ദേഹം അനുഭവിക്കുന്ന ടെൻഷൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. തിരക്കഥ രചനയുടെ ഉദ്ഘാടനം സ്വയംവരപന്തലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വഴുതക്കാട് മുത്തൂറ്റ് ഫ്ലാറ്റിൽ മുത്തൂറ്റിന്റെ ഒരു ആ സിഗ്നലിൽ വഴുതക്കാട് വിമൻസ് കോളേജിന്റെ എതിർവശത്ത് മുത്തൂറ്റിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഒരു ഫ്ലാറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തൊക്കെ ഇട്ടു ഷിനിച്ചേട്ടന് വേണ്ടി. കഞ്ഞിയും കറിയൊക്കെ വയ്ക്കാനായിട്ട് ഒരു നല്ല മിടുക്കനായ ഒരു കുക്കിനെയും വെച്ചു. നല്ല ആഹാരപ്രിയനാണ് ഷിനിച്ചേട്ടൻ. അല്പമേ കഴിക്കുള്ളെങ്കിലും രുചികരമായ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ വേണം. അതിന് പച്ചക്കറി, കോഴി, അരി, ഗ്യാസ്, അടുപ്പ് എല്ലാം റെഡിയാക്കി ഇട്ടു. സ്വന്തം കാറിൽ സ്വന്തം കാശിൽ പെട്രോൾ അടിച്ച് ഒരു ദിവസം രാവിലെ ഷിനിച്ചേട്ടൻ തിരുവനന്തപുരത്തെത്തി. സ്വന്തം കാശിലെന്ന് ഞാൻ പറയാൻ കാര്യം സിനിമാക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തിരിച്ചു കയറുന്നവരുള്ള സർവത്ര കാര്യവും നിർമ്മാതാവിനെ കൊണ്ട് വഹിക്കുന്നവരാണല്ലോ ഉള്ളത്. അതിനൊരു വ്യത്യസ്തനാണ് ഷിനിച്ചേട്ടൻ. അദ്ദേഹത്തിന്റെ കാറിൽ അദ്ദേഹം പെട്രോൾ അടിച്ച് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ കൊണ്ട് ഓടിച്ച് തിരുവനന്തപുരത്ത് വന്നു. അദ്ദേഹത്തെ ആ ഫ്ലാറ്റിൽ ഇറക്കിയിട്ട് ഡ്രൈവർ ഏതോ ഒരു അജ്ഞാതമായ കേന്ദ്രത്തിലേക്ക് പോയി. എവിടെയാണ് അദ്ദേഹത്തിന് റൂം എടുത്ത് കൊടുത്തതെന്ന് പോലും ഷിനിച്ചേട്ടൻ ആരോടും പറഞ്ഞില്ല. കാരണം പ്രൊഡ്യൂസർ ചെയ്യുന്ന അതിനൊന്നും പൈസ വാങ്ങിക്കില്ല. ഐശ്വര്യമായിട്ട് തീറ്റയും കുടിയും തുടങ്ങി. ഞാൻ ആരോടും തലസ്ഥാനത്ത് എത്തിയ വിവരം ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരും പറയരുത്. കാരണം പറഞ്ഞാൽ പ്രശ്നമാവുമെന്ന് അദ്ദേഹം ആണയിട്ട് പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. പറയില്ല. പക്ഷേ ഷിനിച്ചേട്ടന്റെ ആഘോഷ കമ്മിറ്റിക്കാർ ഒന്നൊന്നായി വന്നു തുടങ്ങി. ആദ്യ ദിവസം മുതൽ തന്നെ വന്നു തുടങ്ങി. നമ്മൾ മരിച്ചുപോയ പട്ടാളം പുരുഷമായിട്ട് അഭിനയിച്ച ജെയിംസ് അടക്കം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കുറേ പ്ലഗുകളുണ്ട്. ഓരോന്നായിട്ട് പമ്മി വന്നു തുടങ്ങി. അതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല. പിന്നെ തിരക്കഥ എഴുത്തില്ലല്ലോ. കളിയും പൊട്ടിച്ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. സംവിധായകൻ
ഇതെല്ലാം കണ്ടവിടെ ഇരിപ്പുണ്ട്. കൂടെ ഞാൻ. മൂന്നാം നാള് വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ കുക്കിനെ പിരിച്ചുവിട്ടു. കാൽ കാശിന് കൊള്ളില്ല, അല്ലെങ്കിൽ വഴിക്ക് കൊള്ളില്ല കുക്കിംഗ് എന്നാണ് ഷീനിച്ചേട്ടൻ പറഞ്ഞത്. പകരം ഒരാളെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ തപ്പാം എന്ന് ഏറ്റു. അതുവരേക്കും കുക്കിംഗ് തിരക്കഥാകൃത്ത് തന്നെ തിരക്കഥ എഴുത്ത് മതിയാക്കിയിട്ട് ഏറ്റെടുത്തു. ഞാൻ ഞാൻ ഉണ്ടായിക്കൊള്ളാം. അപ്പൊ തിരക്കഥ എഴുത്തില്ല, കഞ്ഞിവെപ്പൊക്കെ ഉള്ളു രാവിലെ. 8ാം നാള് വന്ന് 8 ദിവസം കഴിഞ്ഞപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പ്രഖ്യാപനം വന്നു. ഇവിടെ രക്ഷയില്ല, അതിഥികൾ ഒഴിയുമ്പോൾ പാതിരാവാകുന്നു, അതുകൊണ്ട് ഒരു വരി പോലും എഴുതാൻ പറ്റുന്നില്ല, ഷിഫ്റ്റ്. ഇവിടുത്തെ എഴുത്ത് തീർന്നു. 1 മാസത്തേക്ക് എടുത്ത ഫ്ലാറ്റാണ് തീർന്നു. കാറും ഡ്രൈവറും ശ്രീനിവാസനും നേരെ മദിരാശിക്ക് പിടിച്ചു. അവിടെ ഒരു വീട് തന്നെ വാടകയ്ക്കെടുത്ത് റെഡിയാക്കിയിട്ടാണ് പോയത്. ആർക്കും അറിയില്ല ഈ വീട്ടിൽ ഒരു സിനിമാക്കാരൻ കഥയ്ക്കായി അടയിരിക്കുകയാണ്. ഒരു നാള് വീട് തൂക്കാൻ വന്ന ജോലിക്കാരി, ഒരു തമിഴത്തി, ഈ മൗനി ബാബുയെ പോലെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീട്ടുടമയോട് ചോദിച്ചു, അണ്ണാ നീങ്ക സിനിമയിലെ പെരിയ നടികറാ? ഷിനിച്ചേട്ടനോട് ചോദിച്ചതാണ്. പാത്താ നടികർ മാതിരി ഇല്ല, നിങ്ങൾ പെരിയ നടികറാ മലയാള സിനിമയിലെ? യാര് ചൊന്നത് ഇന്ത പോയി ഷിനിച്ചേട്ടൻ. അതായത് ഈ കള്ളം ആര് പറഞ്ഞത് എന്ന് ചോദിച്ചു. 3 വീട്ടുക്ക് അപ്പുറത്തുള്ള ശ്യാമള അക്കാ சொன்ன நீங்க பெரிய ஆக்டர் ஆனது. അല്ല ഉങ്ക മൂഞ്ചിയെ പാത്താ ഷീനിച്ചേട്ടാ ഇത് പറഞ്ഞ് ചിരിക്കണോടെ കാണാൻ. ശ്യാമളൊക്കെ சொன்ன ഒരു പെരിയ നടികർ ആണ് ഇന്ത വീട്ടിലെ ഉള്ളതെന്ന്. പക്ഷെ ഉങ്ക മൂഞ്ചിയെ പാത്താ, അതായത് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഇങ്ക രജനി സാർ ഇருக்கு, വിജയകാന്ത് ഇருக்கு, ഇവരെല്ലാം ബ്ലാക്ക് ഷെയ്ഡ് താ. ആനാ നീങ്കളെ മാതിരി ഒരാള് പാക്കപ്പ്. അവിടെ എഴുത്ത് തീർന്നു. കാറും ഡ്രൈവറും എത്തി. ഗോ ടു അഷ്ടമുടി റിസോർട്ട് എന്ന് ഷിനിച്ചേട്ടൻ പറയുന്നു. കരുനാഗപ്പള്ളിയിലെ അഷ്ടമുടി റിസോർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഞാനിതൊന്നും അതിശയോക്തിയോടെ പറയില്ല, തമാശി പറയുന്നുവെങ്കിലും ഇതെല്ലാം നടന്ന സംഭവമാണ് ഈ പറയുന്നത്. എന്തിനധികം പറയുന്നു, സ്വയംവര പന്തൽ ഷൂട്ടിംഗ് തീർന്നിട്ടും ഷീനിച്ചേട്ടൻ്റെ തിരക്കഥ എഴുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം പാക്കപ്പ് ആയി പോയ ശേഷം എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വന്ന് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു ഷെഡ്യൂൾ അതിനുവേണ്ടി വെക്കേണ്ടി വന്നു. ഒരു ദിവസം പോലും നാളത്തെ സ്ക്രിപ്റ്റ് എന്ന പേരിൽ 4-5 ബ്ലാങ്ക് പേപ്പർ പോലും അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞപ്പോൾ സംവിധായകനുമായി നല്ല സിങ്കായതിനാൽ സെറ്റിൽ സംവിധായകൻ കയ്യും വീശിയായിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ വരവ്. സ്വയംവരപ്പന്തൽ ആദ്യ ഷെഡ്യൂൾ തൃശ്ശൂരായിരുന്നു. ഇപ്പം തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോട്ടലായ കാസിനോയിലായിരുന്നു സംവിധായകനും തിരക്കഥാകൃത്തും ജയറാം അടക്കമുള്ള പ്രധാന നടന്മാരും ഒക്കെ താമസിച്ചത്. ഷൂട്ടിംഗ് ക്രൂ ഏതാണ്ട് ക്യാമറമാനും എല്ലാം അവിടെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അവിടെ കാസിനോയിൽ താമസിച്ചില്ല. ഞാൻ തേക്കൻകാടിൻ്റെ നേരെ എതിർവശത്തുള്ള എലൈറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ എനിക്ക് റൂം എടുത്ത് തരാൻ പറഞ്ഞു. അവിടെ എനിക്ക് റൂം തന്നു. ഞാൻ ഒരിക്കലും ഷൂട്ടിംഗ് ക്രൂ താമസിക്കുന്നിടത്ത് താമസിക്കില്ല. ജയറാമിൻ്റെ വീട്ടിലെ സീനുകളാണ് ആദ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് നാളെ തുടങ്ങുകയാണ് ഷൂട്ടിംഗ്. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ കാസിനോയിലേക്ക് ചെന്നു. ആദ്യം സംവിധായകനെ കണ്ടു. സണ്ണി ജോസഫ് ഉണ്ട് സംവിധായകൻ്റെ റൂമിൽ, ക്യാമറാമാൻ. കുറെ നേരം പലതും പറഞ്ഞിരുന്നു. ജയറാമിൻ്റെ വീട്ടിലാണെങ്കിൽ KPS ലളിത, കലാരഞ്ജിനി, മഞ്ജു പിള്ള, ബിന്ദു പണിക്കർ, ശ്രീരാമൻ, മണിയമ്പിള്ള രാജു, സുധീഷ്, മാമുക്കോയ, സംയുക്ത, ലിസി ജോസ് തുടങ്ങി ഈ സിനിമയിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും ആ വീട്ടിലെ കഥാപാത്രങ്ങളായിട്ടുണ്ട്. നാളത്തെ ആദ്യ സീൻ ഏതാ എന്ന് ഞാൻ സംവിധായകനോട് ചോദിച്ചു, ഹരിവർ സാറിനോട് ചോദിച്ചു. ശ്രീനിവാസൻ അന്ധവിശ്വാസി അല്ല എങ്കിലും അദ്ദേഹത്തെ അമ്പലങ്ങളിലൊന്നും പോവുകയോ കുറു തൊടുകയോ, ഞങ്ങളെല്ലാം ഈ ക്യാമറ മുന്നിൽ രാവിലെ ആരതി ഒഴിഞ്ഞാൽ അതിലെല്ലാവരും തൊട്ട് തൊഴും, നന്നായിട്ട് ഷൂട്ട് നടക്കണമെന്നൊക്കെ, അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണെങ്കിലും സംവിധായകൻ കടുകട്ടിയാണ്. അപ്പോൾ പോസിറ്റീവായ ഒരു സീനിലാകണം തുടക്കം. ആ സീനിൽ ഏതൊക്കെ പ്രോപ്പർട്ടി വേണം, എന്തൊക്കെ ഡ്രസ്സുകൾ വേണം, ആരൊക്കെയാണ് ആദ്യത്തെ സീനിൽ വേണ്ടത് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലേ എനിക്ക് അസോസിയേറ്റ് ഡയറക്ടർ എന്നുള്ള അല്ലെങ്കിൽ എനിക്ക് ആർട്ട് ഡയറക്ടർക്കും കോസ്റ്റ്യൂമർക്കും മേക്കപ്പ് മാനും പ്രൊഡക്ഷൻ മാനേജർക്കും ഒക്കെ ലിസ്റ്റ് കൊടുക്കാൻ പറ്റും. കാരണം രാവിലത്തെ ആദ്യത്തെ സീനിൽ ലളിത ചേച്ചി ഇല്ലെങ്കിൽ ലളിത ചേച്ചി രാവിലെ കൊണ്ടുവരണ്ടല്ലോ, അല്ലെങ്കിൽ ജയറാം ആദ്യത്തെ സീനിൽ ഇല്ലെങ്കിൽ ജയറാം വരണ്ടല്ലോ. അപ്പോൾ അത് ലിസ്റ്റ് കൊടുക്കണമെങ്കിൽ എനിക്ക് അറിയണം ആ സീനിൽ ആരൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ആദ്യ സീൻ എഴുതിയിട്ടില്ല, കിട്ടുമ്പോൾ അറിയിക്കാമെന്ന് സംവിധായകൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയി ചോദിക്കാമെന്ന്. ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു, സാറേ ഞാൻ പോയി ചോദിക്കാം.
അത് സംവിധായകൻ തടഞ്ഞു. ദിനേശ് ഷീനയുടെ മുറി പോകണ്ട. അയാൾക്കത് ഇഷ്ടപ്പെടില്ല. അയാൾ എഴുതട്ടെ. കിട്ടുമ്പോൾ ഞാൻ എത്തിക്കാം. അല്ലെങ്കിൽ അപ്പം ഞാൻ വിളിക്കാം. അപ്പോൾ ദിനേശ് വന്നാൽ മതി. സംവിധായകൻ്റെ ഓർഡറല്ലേ എനിക്ക് കേൾക്കാൻ പറ്റും. തിരക്കഥാകൃത്തിൻ്റെ റൂമിൽ പോകണ്ട. അയാൾ തിരക്കഥ എഴുതുന്ന ചിന്തയിലിരിക്കുമ്പോൾ ദിനേശ് ചെന്ന് ശല്യം ചെയ്യണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ നേരെ എലൈറ്റിലേക്ക് മടങ്ങി. രാത്രി 12 മണി വരെ ഞാൻ കാത്തിരുന്നു. ഒന്നും സംഭവിച്ചില്ല. രാവിലെ റെഡിയായി സെറ്റിലെത്തി. കുറേ നേരം കഴിഞ്ഞ് സംവിധായകൻ എത്തി. കയ്യിൽ ഒരു 2 ഷീറ്റ് പേപ്പറുണ്ട്. വന്നിറങ്ങിയ പാടെ എന്നോട് പറഞ്ഞു, ദിനേശേ, ദോശ ചുടുന്ന മാവ് വേണം. ഇതാണ് തലേദിവസം കൊടുക്കണമെന്ന് പറയണേ. ഈ രാവിലെ പോയ ദോശ ചുടുന്ന മാവ് എവിടുന്ന് കിട്ടാൻ? ദോശ ചുടുന്ന മാവ് വേണം. അതിന് വേണ്ടുന്ന കറികളും വേണം. ഇപ്പൊ എടുക്കാൻ പോകുന്ന ആദ്യത്തെ സീൻ എൻ്റെ കയ്യിൽ തന്നു. ജയറാം ചെയ്യുന്ന ദീപു എന്നുള്ള ക്യാരക്ടറാണ് ജയറാം ചെയ്തത്. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ച നവവധുവായിട്ട് വരുന്ന പ്രിയയായിട്ടാണ് സംയുക്ത വർമ്മ അഭിനയിക്കുന്നത്. രാവിലെ പ്രാതൽ കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പ്രീത അടുക്കളയിലേക്ക് വരും. അവിടെ ജോലിക്കാരിയായ ലിസി ജോസ് ദോശ ചുടുകയാണ്. അത് നോക്കി നിന്ന പ്രിയ, ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ലിസി ജോസിന്റെ കയ്യിലിരുന്ന ചട്ടുകൊങ്ങി വാങ്ങിക്കും. അപ്പൊ ലിസി മറ്റെന്തോ പണിയിലേക്ക് തിരിയും. പാത്രങ്ങൾ കഴുകാനോ എന്തോ അങ്ങോട്ട് തിരിയും. അപ്പോൾ ദോശ മറിച്ചിടാനുള്ള ചട്ടുകാണല്ലോ കൊടുത്തത്. അതെടുത്ത് ഗ്യാസിനിടയിലേക്ക് അടുപ്പിലേക്ക് കയറ്റി ചൂടാക്കും. നല്ല പഴുപ്പിച്ചിട്ട് ലിസി ജോസിന്റെ വയറ്റിൽ വെച്ച് കൊടുക്കും. എന്ന് പൊള്ളി അങ്ങ് കയറുമല്ല. അയ്യോ എന്ന് ലിസി വിളിക്കും. ഇതാണ് സീൻ. ലിസിയുടെ നിലവിളി കേട്ട് ജയറാമും KPS ലളിതയും അംബികയും ഓടി വരും. ഇവിടെ വെച്ചാണ് പ്രിയയ്ക്ക് മാനസികമായ തകരാറുണ്ട്, അല്പ വട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യമായിട്ട് അറിയുന്നത് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ്. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതിന്റെ അന്ന് രാവിലെ. ശ്രീനിവാസന്റെ മനസാക്ഷിയായിരുന്ന, ഇപ്പം മനസാക്ഷിയല്ല, സജിൻ രാഘവനാണ് സ്വയംവര പന്തലിന്റെ കലാസംവിധാനം. ശ്രീനിച്ചേട്ടൻ ഇടം വലം തിരിയണമെങ്കിൽ സജിൻ വേണം. അതുപോലെ വളരെ മാനസിക പൊരുത്തമുള്ളവർ. അവരൊരു കഥ എഴുതാനൊക്കെ ഇരിക്കുമ്പോൾ സജിൻ രാഘവൻ പോയിരുന്ന് അവർ രണ്ടും കൊണ്ട് ഡിസ്കസ് ചെയ്തൊക്കെ എഴുതും. നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് സജിൻ രാഘവൻ. നമ്മുടെ ഡോക്ടർ സരോജ് കുമാർ ചെയ്തത് സജിൻ രാഘവനായിരുന്നു. അതോടുകൂടി അവരും തെറ്റി. സജിന് ശ്രീനിവാസന്റെ തിരക്കഥ എഴുത്തിന്റെ സ്റ്റൈൽ അറിയാമെന്നതിനാൽ ദോശമാവ് വേണം എന്ന ആവശ്യം ഞാൻ പറഞ്ഞപ്പോൾ പറ്റില്ല, അത് പറ്റില്ല, നേരത്തെ തരാതെ ദോശമാവൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞില്ല. കാരണം അയാൾക്കറിയാം സമയത്തിനെ ശ്രീനിവാസൻ പറയുള്ളൂ. എവിടെയോ പോയി മാവ് ഒപ്പിച്ചോട്ട് വന്നു. സ്വയംവര പന്തലിന്റെ ഓരോ സീനും ഇത്തരം അവസ്ഥകളിലൂടെയാണ് കടന്നുപോയത്. തിരക്കഥയില്ല, അതാണ് പ്രശ്നം. ഒരു നാള് ഒരു സീനുമായിട്ട് സാക്ഷാൽ ശ്രീനിവാസൻ തന്നെ സെറ്റിലെത്തി. നല്ല പരിചിതരാണ് ഞാൻ. അതായത് ഇവിടെ തലേണ മന്ത്രത്തിന് തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വന്ന കാലം മുതൽ ഹൈലാൻഡ് ഹോട്ടലിലായിരുന്നു പുള്ളി താമസിച്ചത്. ഞാൻ പുള്ളിയെ കേരളോദിക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്തു. അത് രസകരമായ കഥയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു തോന്നുന്നത്. അന്ന് മുതൽ ഞങ്ങൾ നല്ല ബന്ധം. ഞാൻ തിരക്കഥ കൈ നീട്ടിക്കൊണ്ട് ഷിനിച്ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. തിരക്കഥ പേപ്പർ തരും മുമ്പ് ഷിനിച്ചേട്ടൻ അല്പം ഉച്ചത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു. ഞാനൊരു അഭിനേതാവ് മാത്രമല്ല, കുറച്ച് സിനിമകൾക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ എഴുതുന്ന സീനിനെ പറ്റി ചർച്ച ചെയ്യാനോ സീൻ എഴുതിയത് വാങ്ങാനോ വരാത്ത ആദ്യത്തെ സഹസംവിധായകൻ നിങ്ങളാണ് എന്ന് എൻ്റെ മുഖത്തേക്ക് പറഞ്ഞു. ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷേ ഒരു സീനിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ നാളത്തെ സീൻ എന്താണെന്ന് ചോദിച്ച് ആ സീൻ വാങ്ങാനോ വരാത്ത ആദ്യത്തെ അസോസിയേറ്റ് ഡയറക്ടർ നിങ്ങളാണ് എന്ന് ഉച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എഴുതുന്ന സീനിനെ പറ്റി ചർച്ച ചെയ്യാനോ സീൻ എഴുതിയത് വാങ്ങാനോ വരാത്ത ആദ്യത്തെ സഹസംവിധായകൻ നിങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വലിയ വിഷമമായി. എന്നോട് അത്ര പുച്ഛമാണോ നിങ്ങൾക്ക് എന്നായി അടുത്ത ചോദ്യം. അലസമായി ഞാനൊന്ന് ചിരിച്ചു, മറുപടി പറഞ്ഞില്ല. കാരണം ഞാൻ കുറ്റവാളിയല്ലല്ലോ, സംവിധായകൻ പോകരുതെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ പോകാത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിരിക്കാനല്ല പറഞ്ഞത്, സീരിയസ് ആയ ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഈ സീനിൽ കുട്ടികൾ ചവിട്ടുന്ന ഒരു സൈക്കിൾ വേണം, 3 വീലുള്ള ട്രൈസൈക്കിൾ. ഇവിടെ ഉണ്ടോ ഇത്? ഞാൻ പറഞ്ഞു ഇല്ല, ഇതിന് വാങ്ങണം. അപ്പോൾ വാങ്ങാൻ പോയി വരുമ്പോൾ ഒരു 1-1.5 മണിക്കൂർ ഷൂട്ടിംഗ് പോയി കിട്ടും. നേരെ മറിച്ച് തലേ ദിവസം രാത്രി തിരക്കഥാകൃത്തായ ഷിനിച്ചേട്ടൻ്റെ റൂമിൽ ഞാൻ പോയി ഈ സീൻ വാങ്ങിയിരുന്നെങ്കിൽ നമ്മൾ രാത്രി തന്നെ ആ ഡയറക്ടർ ഏൽപ്പിക്കില്ലേ, നാളെ ഒരു ട്രൈസൈക്കിൾ വേണം കേട്ടോ, ഒരു സൈക്കിൾ എവിടെന്നെങ്കിലും കുട്ടികളുടെ സൈക്കിൾ വാങ്ങണം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും അടുത്ത വീടുകളിൽ നിന്നെങ്കിലും ഒപ്പിക്കണമെന്ന് പറഞ്ഞേനെ. പക്ഷേ ഞാൻ പോയിട്ടില്ലല്ലോ. സംഭവം ഗൗരവതരമാണ്.
ഞാനും കുറച്ച് സിനിമകളിൽ സംവിധാന സഹായി പിന്നെ സഹസംവിധാനമായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും സിനിമകളിൽ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെയും ഒപ്പം സദാസമയവും ഞാൻ കൂടെ കാണാറുണ്ട്. എപ്പോഴും ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. ഒരു പടം വർക്ക് ചെയ്യാൻ പോയാൽ തിരക്കഥ എഴുതാനുള്ള പേപ്പർ വാങ്ങാൻ പോകുന്നത് മുതൽ തിയേറ്ററിൽ സിനിമ ആദ്യ ഷോ കളിക്കുന്നവരെയും ഞാനുണ്ടാവും. ഞാൻ വർക്ക് ചെയ്ത എല്ലാ പടത്തിനും തിരക്കഥയ്ക്ക് പേപ്പർ വാങ്ങാൻ പോകുന്ന ആ പ്രീമിയറിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അത് വാങ്ങാൻ പോകുന്ന സമയം മുതൽ പടം തിയേറ്ററിൽ ആദ്യത്തെ ഷോ കളിക്കുന്നവർ ഞാനല്ലാതെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടൻ പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് അടുത്ത പടത്തിന് പോയിട്ടേ ഇല്ല ഒരു പടത്തിന്. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞോ ഡബ്ബിംഗ് കഴിഞ്ഞോ അടുത്ത പടമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മുങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം ഷിനി ചേട്ടന് മുമ്പ് നിൽക്കാം. താങ്കളുടെ പരാതി ജെനുവിനാണ്, പക്ഷെ ഞാൻ തെറ്റുകാരനല്ല എന്ന് സംവിധായകൻ അടുത്ത് നിൽപ്പുണ്ട്, ഹരികുമാർ സാർ അടുത്ത് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ തെറ്റുകാരനൊന്നുമല്ല കേട്ടോ. എന്നോട് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് ശ്രീനിയുടെ റൂമിൽ പോയി ബുദ്ധിമുട്ടിക്കരുത്, അയാൾ എഴുതട്ടെ, സീനാകുമ്പോൾ ഞാൻ കൊണ്ടുതരാമെന്നാണ്. സംവിധായകന് വേറെ എന്തെല്ലാം പണികളുണ്ട്, പ്രൊഡക്ഷൻ മാനേജറുടെയും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ചെയ്യുന്ന പണികളാണോ അദ്ദേഹം ചെയ്യേണ്ടത് എന്നായി ക്ഷീണിച്ചേട്ടൻ. അവിടേക്ക് സംവിധായകൻ ഇടപെട്ടു. ഞാൻ അങ്ങനെ പറഞ്ഞത് ദിനേശ് വന്നാൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കും, എഴുത്ത് നടക്കില്ല, അതുകൊണ്ടാ. അത് ശരി, ഇയാളൊരു വഞ്ചകനാണല്ലേ ക്ഷീണിച്ചേട്ടൻ ചോദിക്കുക. തിരക്കഥ എഴുതി ഷൂട്ടിംഗ് നടത്താതെ വാചകമടിച്ച് എഴുത്ത് മുടക്കുന്ന വഞ്ചകൻ, എനിക്കറിയില്ലായിരുന്നു, സോറി മിസ്റ്റർ ദിനേശ് എന്നായി ക്ഷീണിച്ചേട്ടൻ. ക്ഷീണിച്ചേട്ടൻ ശരിക്കും പറഞ്ഞ സംവിധായകനെ ഊതിയതാണ്. ഇയാള് തിരക്കഥ എഴുതുന്ന റൂമിൽ വന്ന് വാചകം അടിച്ച് തിരക്കഥ എഴുതിക്കാതെ ഷൂട്ടിംഗ് മുടക്കുന്ന വഞ്ചകനാണല്ലേ, സോറി മിസ്റ്റർ ദിനേശ്. ഷിനിച്ചേട്ടൻ നടന്നു. വാസ്തവത്തിൽ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. തുടക്കകാലത്ത് ഹരികുമാർ സാറിന്റെയും ശ്രീനിവാസന്റെയും തുടക്കകാലത്ത് സംവിധായകൻ അല്പം മസിൽ പിടിക്കുന്ന ആളായിരുന്നു, പ്രത്യേകിച്ചും ഷിനിച്ചേട്ടനോട്. അപ്പൊ ചാൻസ് ഒക്കെ ചോദിച്ച് ചെല്ലുമ്പോൾ ഷിനിച്ചേട്ടൻ എൻ്റെ കൂടെ പറഞ്ഞാണ്, തിരുവനന്തപുരത്ത് ഹോട്ടലിൽ ഇടോ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഒരു ചാൻസ് ചോദിച്ചു തന്നപ്പോൾ എന്നെ റൂമിൽ പോലും കയറ്റിയിട്ടില്ല. അതിന്റെ ഒരു ചുരുക്ക് ഷിനിച്ചേട്ടനുണ്ട്. ശ്രീനിവാസൻ ശ്രദ്ധേയനായപ്പോൾ കക്ഷി സംവിധായകനെ കണ്ടാൽ മൈൻഡ് ചെയ്യാതെ നടക്കുമായിരുന്നു. ഒരുപാട് നാളത്തെ ശ്രമഫലമായി അവർ തമ്മിലുള്ള പിണക്കം എപ്പോഴോ സംവിധായകൻ മായ്ച്ചു കളഞ്ഞു. ശ്രീനിവാസനെ തിരക്കഥ എഴുതാൻ കിട്ടുകയും ചെയ്തു. കഥാചർച്ചയും കാസ്റ്റിങ്ങും ഒക്കെ നടക്കുമ്പോൾ പഴയ ചുരുക്ക് മാറ്റി വീണ്ടും നല്ല ബന്ധമായി രണ്ടുപേരും. പവൻ വിലയുള്ള ശ്രീനിവാസന്റെ തിരക്കഥ കിട്ടിയാൽ ഏത് താരത്തിന്റെയും ഡേറ്റ് കിട്ടും, നമുക്ക് സിനിമ ചെയ്യാനും കഴിയുമായിരുന്നു. ശ്രീനിച്ചേട്ടൻ രോഗിയല്ലാതായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് എത്ര തിരക്കഥ എഴുതിയാണ്. ശ്രീനിവാസന് ഞാനും നല്ല അടുപ്പമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ വഴിയിലൂടെ ഒരു തിരക്കഥയോ മറ്റോ ഒപ്പിച്ച് തന്നെ മറികടന്ന് പോകുമോ എന്ന് സംവിധായകന് ന്യായമായും സംശയിക്കാം, ആർക്കായാലും സംശയിക്കാം. ദിനേശ് പോയിരുന്ന് ചർച്ച ചെയ്ത് ചേട്ടാ ഞാൻ വന്നിട്ട് 10-20 വർഷമായി സിനിമയിൽ, ഒന്നും ആയില്ല, എനിക്കൊരു തിരക്കഥ തരൂ, നിങ്ങളൊരു തിരക്കഥ എഴുതി തന്നാൽ എനിക്കൊരു നിർമ്മാതാവിനെ കിട്ടും, അല്ലെങ്കിൽ ഒരു താരത്തിന്റെ ഡേറ്റ് കിട്ടും, അങ്ങനെ ഞാനും ഒരു സംവിധായകനാകട്ടെ എന്ന് പറയുമെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഗുരുനാഥൻ സംശയിച്ചിരിക്കാം. രണ്ടാമത്തെ കാര്യം, ശ്രീനിവാസനും ഞാനുമായിട്ട് നല്ല ബന്ധമായിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ശ്രീനിവാസൻ തനിക്കായി തിരക്കഥ എഴുതിയ പിന്നെ സംഗതി കുശാല എന്നും ചിലപ്പോൾ സംവിധായകൻ കരുതിയിരിക്കാം. ഈ പടത്തോടു കൂടി തുടർച്ചയായിട്ട് സത്യനന്ദിക്കാരൻ എഴുതും പോലെ തന്നെ ഇനി എനിക്ക് തുടർച്ചയായിട്ട് എഴുതിയാൽ, ഞാൻ ഷീനിയുമായിട്ട് ഒരു ടീമായാൽ തുടർച്ചയായിട്ട് സിനിമ കിട്ടാമല്ലോ. അപ്പോൾ അവിടെയും ഈ ദിനേശ് പോയിരുന്നാൽ ചിലപ്പോൾ ശരിയാവില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കും. അതിനകത്ത് തന്നെ തിരക്കഥാ ചർച്ചയും താൻ തന്നെ ചെയ്തു കളയാമെന്ന് അദ്ദേഹം വിചാരിച്ചു കാണും. ശ്രീനിവാസൻ പരസ്യമായി ഈ നിലപാടിനെ തള്ളിപ്പറഞ്ഞിട്ട് കാസിനോയിലെ ശ്രീനിവാസന്റെ മുറിയുടെ വാതിൽക്കൽ ഒരു ദിവസം പോലും പോകാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. എനിക്ക് നിശ്ചിതമായിരുന്നു ശ്രീനിവാസന്റെ റൂമിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. സംവിധായകൻ കട്ടൺ റൈറ്റായിട്ട് പറഞ്ഞു, ഇത്രയും ശ്രീനിവാസൻ വന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് പോലും എന്നെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് വിട്ടില്ല. ഇനിയാണ് ഈ തിരക്കഥയുടെ ക്ലൈമാക്സ്. തൃശ്ശൂരിലെ ഷെഡ്യൂൾ തീരും മുമ്പ് സംവിധായകനും തിരക്കഥാകൃത്തും രണ്ട് വഴിക്കായി, മാനസികമായി അകന്നു. ശ്രീനിവാസൻ അകന്നു എന്ന് പറയുന്നതായിരിക്കും ശരി, അല്ല സംവിധായകനല്ല അകന്നത്. ശ്രീനിവാസൻ മാനസികമായി തൃശ്ശൂർ വെച്ച് തന്നെ ഇദ്ദേഹമായിട്ട് തെറ്റി. അത് ഞാൻ മുമ്പൊരു കഥയിൽ പറഞ്ഞു തോന്നുന്നു. ഹരികുമാർ സാർ എന്നെ ദ്രോഹിച്ച കഥ പറഞ്ഞപ്പോൾ ഞാൻ അത് ഈ പറഞ്ഞതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ഷെഡ്യൂള് കരുനാഗപ്പള്ളിക്കടുത്ത് അഷ്ടമുടി റിസോർട്ടിലാണ് ഷൂട്ടിംഗ്. അവിടെ തന്നെ താമസിച്ച് അവിടെ തന്നെയാണ് ഷൂട്ടിംഗ്. മനോഹരമായ റിസോർട്ടാണ്. പുഴയുടെ കായലിൻ്റെ ഈ എന്താ പറയുക, അഷ്ടമുടി കായലിൻ്റെ തീരത്ത് ഓരോരോ കോട്ടേജുകളിലാണ് ഓരോരുത്തരുടെയും വാസം.
അപ്പോൾ ഒരു കോട്ടേജിലിരുന്നാണ് ഷീനിച്ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. പതിവുപോലെ ഞാൻ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ഹോട്ടൽ എക്സലൻസി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ അഷ്ടപടി റിസോർട്ടിലല്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം പേരുദൂഷ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. ഒരു നാൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിലേക്ക് പോകാൻ കാറിനടുത്തേക്ക് നടക്കുമ്പോൾ സംവിധായകൻ പറഞ്ഞു, "ദിനേശേ, നാളത്തെ സീനുകൾ ഏതൊക്കെയാണെന്ന് ഷീനോട് പോയി ചോദിക്ക്." എനിക്ക് അത്ഭുതമായിപ്പോയി. ശ്രീനിവാസന്റെ പോയി ചോദിക്കാനാ പറഞ്ഞത് കോട്ടയിൽ ചെന്ന്. അർത്ഥശങ്കയില്ലാതെ ഞാൻ മറുപടി പറഞ്ഞു, "ഞാൻ പോവില്ല സാർ. സാറ് തന്നെ തിരക്കഥ വാങ്ങി രാവിലെ തന്നാ മതി" എന്നായി ഞാൻ. ഞാനാ പറയുന്നത്, "ദിനേശ് പോയി വാങ്ങണം." എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, തലേന്ന് ശ്രീനിവാസന്റെ റൂമിൽ സത്യനന്ദിക്കാടിന്റെ സാന്നിധ്യത്തിൽ രസകരമായ ഒരു സംഭവം നടന്നു. ഞാനത് ഇവിടെ പറയുന്നില്ല. കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. എന്തായാലും അവിടം മുതൽ തിരക്കഥ വാങ്ങാനും ചർച്ചയ്ക്കും ഞാൻ തന്നെ ഷിനിച്ചേട്ടന്റെ റൂമിലേക്ക് പോയി തുടങ്ങി. സിനിമ തീർന്നിട്ട് പോലും പിന്നെയും എന്താ പറയാ, എടുത്തത് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ശ്രീനിവാസൻ വാശി പിടിച്ചതുകൊണ്ട് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പാക്കപ്പ് പറഞ്ഞ പടം എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം വീണ്ടും റീ ഓപ്പൺ ചെയ്ത് ഷൂട്ടിംഗ് ചെയ്യേണ്ടി വന്നു. സാഗരസാക്ഷി എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാം കണ്ടിരിക്കും. മമ്മൂക്കയുടെ മനോഹരമായ ഒരു സിനിമയാണ്. അദ്ദേഹം ബിസിനസ് എല്ലാം പൊളിഞ്ഞ് കന്യാകുമാരിയിൽ സന്യാസ തുല്യനായൊക്കെ ജീവിക്കുന്ന നല്ല രസമുള്ള ഒരു ഡ്രാമാറ്റിക് സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ ലോഹിതദാസ് എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിന് വഴങ്ങുന്നതായിരുന്നില്ല. അദ്ദേഹത്തിന് പരിചിതമായ ഒരു മേഖലയല്ല. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന്റെ ഒരു തിരക്കഥാ ചർച്ചയിൽ ലോഹിതദാസിനോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. താങ്കൾക്ക് അറിയാവുന്ന മേഖലയിലെ കഥകളെടുത്ത് സിനിമയാക്കിയപ്പോൾ, നാടകമാക്കിയപ്പോൾ അതെല്ലാം മനോഹരമായി. സാഗരസാക്ഷി വീണു പോയതിന്റെ കാരണം എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലോഹിച്ചേട്ടൻ ഒരു ചിരി ഇരിച്ചിട്ട് എന്നോട് ചോദിച്ചു, "ദിനേശിന് എന്തെങ്കിലും പറയാനുണ്ടോ?" ഞാൻ പറഞ്ഞിട്ടുണ്ട്, "താങ്കൾക്ക് വഴങ്ങാത്ത ഒരു സബ്ജക്റ്റാണ് താങ്കൾ ചെയ്തത്. അതുകൊണ്ടാണ് സാഗരസാക്ഷി നന്നാവാത്തതെന്ന് ഞാൻ പറഞ്ഞു." "കുറെ ശരിയാണ് ദിനേശ്" എന്നാണ് അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞത്. അപ്പോൾ സാഗരസാക്ഷി എന്ന മമ്മൂട്ടിയുടെ സിനിമ സംവിധാനം ചെയ്തത് സിബി മലയിലും തിരക്കഥ എഴുതിയത് ലോഹിതദാസും നിർമ്മിച്ചത് വാളക്കുഴി ഫിലിംസിന്റെ ഔസേപ്പച്ചനുമായിരുന്നു. ഫാസിൽ സിനിമകൾ അല്ലെങ്കിൽ സിദ്ദിഖ് ലാൽ സിനിമകളൊക്കെ ചെയ്തിരുന്ന ഔസേപ്പച്ചൻ. ഈ ചിത്രത്തിന് തിരക്കഥ എഴുതാൻ വന്നപ്പോഴാണ് ഔസേപ്പച്ചൻ ലോഹിയെ പരിചയപ്പെടുന്നത്. പെട്ടെന്ന് സൗഹൃദം കൂടാത്ത ലോഹി ഔസേപ്പച്ചന് ആദ്യം വഴങ്ങിയില്ല. കഥാചർച്ചയ്ക്കിടയിലോ മറ്റോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഔസേപ്പച്ചൻ ആ വിവരം സംവിധായകനായ സിബി മലയിലിനോട് പറയും. സിബി മലയിൽ ലോഹിദാസിനോട് പറയും. സാഗരസാക്ഷിയുടെ ക്ലൈമാക്സിനോട് ഔസേപ്പച്ചന് യോജിപ്പില്ലായിരുന്നു. അക്കാര്യം സിബി മലയിലിനോട് പറഞ്ഞു. സിബി ലോഹിദാസിനോട് പറഞ്ഞിരിക്കാം. പക്ഷേ ലോഹി പറഞ്ഞ് ആ ക്ലൈമാക്സ് മാറ്റില്ല. പടം വിജയിക്കാതെ പോയപ്പോൾ ലോഹിക്ക് മനസ്സിലാക്കിയിരിക്കാം, ഞാനത് അന്ന് ഔസേപ്പച്ചൻ പറഞ്ഞല്ലോ ഒന്ന് റീറൈറ്റ് ചെയ്യണമായിരുന്നു തോന്നിയിരിക്കാം. അതിനുശേഷം ഔസേപ്പച്ചൻ പ്രൊഡ്യൂസ് ചെയ്ത ജയറാം നായകനായ കാരുണ്യം, ലാല് നായകനായ ഓർമ്മച്ചെപ്പ് രണ്ടും എഴുതിയത് ലോഹിദാസ് ആയിരുന്നു. അതിൽ ഓർമ്മച്ചെപ്പ് കാരുണ്യവും ലോഹിദാസ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. പറയാൻ വന്നത്, ലോഹിയുടെ തിരക്കഥ എഴുത്ത് ഔസേപ്പച്ചന്റെ കാഴ്ചപ്പാടി പറയാനാണ്. ഒരിക്കല് ലോഹിയുടെ ഷൊർണൂരുള്ള വീട്ടിൽ ഔസേപ്പച്ചൻ പോയി ചെല്ലുമ്പോൾ ലോഹിദാസ് തിരക്കഥാ രചനയിലായിരുന്നു. താൻ എഴുതുന്ന കഥാപാത്രമായി മിക്കവാറും സിനിമകളിൽ അങ്ങനെയാണ് ലോഹിദാസ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ കഥാപാത്രമായിട്ട് അങ്ങ് മാറും. എന്നിട്ടാണ് എഴുതുന്നത്. റൂമിൽ പോലും ഒരാളെ പോലും കൂട്ടുപോലും ഇരുത്തില്ല, ഒറ്റയ്ക്കേ എഴുതൂ. അപ്പൊ അദ്ദേഹം നടന്നുകൊണ്ട് പറയണ്ട. ഇപ്പൊ കീരിക്കാടനാണെങ്കിൽ കീരിക്കാടൻ പറയുന്ന പോലെയൊക്കെ പറഞ്ഞിട്ട് ഒരു 3-4 ആവർത്തി പറഞ്ഞിട്ടാണ് അത് പോയി പേപ്പറിൽ പകർത്തുന്നത്. അങ്ങനെ താൻ എഴുതുന്ന കഥാപാത്രമായി മാറി എഴുതുന്ന ലോഹിക്ക് ഔസേപ്പച്ചനെ മനസ്സിലാകാത്ത പോലെ കുറച്ചു നേരം നോക്കിയിരുന്നു. ഈ ഔസേപ്പച്ചനെ പൂരത്തിന് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ഒപ്പം തന്നെത്താനെ ഇരുന്ന് സംസാരിക്കുന്നു. ഔസേപ്പച്ചന് അതിശയം തോന്നി ആ രംഗം കണ്ടപ്പോൾ. കാരണം അദ്ദേഹം ആ തിരക്കഥ എഴുത്തിന്റെ ആ ട്രാക്കിൽ പെട്ടുപോയി. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒറ്റയ്ക്ക് ഇരുന്നേ ലോഹി തിരക്കഥ എഴുതും. സിനിമയിൽ തിരക്കഥയ്ക്ക് മുമ്പ് വൺ ലൈൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു സാധനം ഉണ്ടാക്കാറ്. ഇപ്പം 70 സീൻ ഉണ്ടെങ്കിൽ 70 സീനിന്റെ വൺ ലൈൻ ഉണ്ടാക്കും. ഒരു പാരഗ്രാഫിൽ ആ സീൻ നമ്പർ 18 എന്താണ് പറയുന്നത് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽ ഒരു പാരഗ്രാഫിൽ എഴുതും. ആ വൺ ലൈൻ വെച്ച് ചർച്ച ചെയ്തതാണ് സംവിധായകനും തിരക്കഥാർത്ഥവും എല്ലാം കൂടി എവിടെ പാട്ട് വേണം, എവിടെ അടി വേണം, ഈ സീൻ വേണോ, ആ സീൻ വേണോ എന്നൊക്കെ ചർച്ച ചെയ്ത് അതെല്ലാം മാറ്റിയ ശേഷമാണ് പക്ക ആക്കിയിട്ടാണ് പിന്നെ സ്ക്രിപ്റ്റ് എടുത്തു തുടങ്ങുന്നത്. പക്ഷേ ലോഹിതദാസിന് വൺ ലൈൻ എഴുതാൻ അറിയില്ല. അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതാനേ അറിയാം. നാടകം എഴുതുമ്പോൾ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതാം.
വൺ ലൈൻ എഴുതാനേ പറ്റില്ല. ആദ്യ സിനിമ മുതൽ അദ്ദേഹം വൺ ലൈൻ എഴുതാറേയില്ല. അപ്പോൾ ത്രൂ ആയിട്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനാണ് പോകുന്നത്. രചനാവേളയിൽ എന്നെ ആരെങ്കിലും കണ്ടാൽ എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ആളെന്നേ തോന്നുമെന്ന് ലോഹി തന്നെ പറയാറുണ്ട്. ഞാൻ കരയും, ചിരിക്കും, സംസാരിക്കും. ഇതൊക്കെ മറ്റുള്ളവർ കാണുന്നത് എനിക്ക് വിഷമമാണ്. എൻ്റെ സിനിമയിലെ സുഹൃത്തുക്കളായ മമ്മൂട്ടി, മോഹൻലാൽ, സിബി മലയിൽ, കിരീടമുണ്ണി മുതലായവർ ജനാലയിലൂടെയും മറ്റും ഒളിഞ്ഞു നോക്കി തിരക്കഥ എഴുതുന്ന സമയത്തുള്ള എൻ്റെ ഭ്രാന്ത് കണ്ടിട്ടുണ്ട് എന്നാണ് ലോഹിദാസ് പറയുന്നത്. കിരീടത്തിൻ്റെ തിരക്കഥ പൂർത്തിയാക്കാൻ വെറും 6 ദിവസമേ ലോഹിദാസിന് വേണ്ടി വന്നുള്ളൂ. ഷൂട്ടിംഗ് തുടങ്ങും മുമ്പ് പൂർത്തിയാക്കിയ ലോഹിയുടെ അപൂർവ തിരക്കഥകളിലൊന്നാണ് കിരീടം. അപ്പോൾ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു വലിയ വിജയത്തിന് ശേഷം അടുത്ത സിനിമ ചെയ്യാനായിട്ട് സിബി മലയിൽ സംവിധാനം ചെയ്യുന്നു, ലോഹിദാസ് എഴുതുന്നു, മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മോഹൻലാൽ നായകനാവുന്നു. കംപ്ലീറ്റ് ക്രൂവും കോഴിക്കോടെത്തി എഴുതിയത് അത്രയും, മനസ്സിലുള്ള കഥയും എഴുതിയത് അത്രയും വായിച്ചു. അപ്പോൾ അതിലെ മലയാള മനോരമയുടെ ഉടമസ്ഥനായിരുന്ന മാമൻ മാപ്പിള സാറിനെ പോലെ വെള്ള സിൽവർ നിറത്തിലുള്ള വിഗൊക്കെയാണ് നെടുമുടി വേണു എന്ന് പറഞ്ഞ അച്ഛന് റെഡിയാക്കിയത്, മകൻ മോഹൻലാൽ. കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ജോസ് തോമസ് പറഞ്ഞു, അയ്യോ സാറേ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത്? അയ്യോ, ഇത് ഒരു പൈങ്കിൾ കഥ എന്ന് പറഞ്ഞ് ബാലചന്ദ്ര മേനോനും മധു സാറും അഭിനയിച്ച ഒരു മനോഹരമായ പടം 100-150 ദിവസം ഓടിയൊരു പടം വന്നിട്ടുണ്ട്. എല്ലാവരും സ്തബ്ധരായി. കാരണം മോഹൻലാൽ ഒരു പൈങ്കിൾ കഥ കണ്ടിട്ടില്ല, സിബി മലയിൽ കണ്ടിട്ടില്ല, ലോഹിദാസും കണ്ടിട്ടില്ല. കൊളമായി, ഇത് ചെയ്യാൻ പറ്റില്ല. ഡിറ്റോ അതുപോലെ ഇരിക്കുന്നു. ജോസ് തോമസ് ആണ് പറഞ്ഞത്. എന്ത് ചെയ്യാം എന്ന് ആദ്യം ആലോചിച്ചു. അപ്പം നമുക്ക് നിർത്തിവെക്കാം, പിന്നെ തുടങ്ങാം, ഒരു 2-3 മാസം അടുത്തൊരു കഥ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം എന്നുള്ള ചർച്ച വന്നു. അത് പറ്റില്ല, നമുക്കൊരു 3-4 ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കാം. അതിനിടയിൽ ലോഹി ഒരു കഥ കണ്ടെത്തി എഴുതി തുടങ്ങുക എന്ന് പറഞ്ഞ അങ്ങനെ കണ്ടെത്തി എഴുതി തുടങ്ങിയ പടമാണ് ഭരതം. ഷൂട്ടിംഗ് നടക്കുന്നതിനിടയ്ക്ക് ഒരു സീൻ കൊടുത്തേക്കും, അത് വെച്ച് ഷൂട്ട് ചെയ്യും, അടുത്ത സീൻ കൊടുത്തേക്കും. ഇതിനിടയിൽ മദ്രാസിൽ വിളിച്ച് രവീന്ദ്രൻ്റെ വീട്ടിൽ, സ്റ്റുഡിയോയിലും വീടും ഒന്നിച്ചാണല്ലോ, അവിടെ കൈതപ്ര ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ വിളിച്ചിട്ട് രവീന്ദ്രനോടും കൈതപ്രത്തിനോടും സംസാരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ഗോപിനാഥനും ചേട്ടനും കൂടി പാടാൻ പോയിട്ട് ചേട്ടന് പാടാൻ പറ്റിയില്ല, അമിതമായി മദ്യപിച്ചിരുന്നുകൊണ്ട് പാടാൻ പറ്റില്ല, അത് ഏറ്റെടുത്ത് അനിയൻ പാടുന്നതാണ് പാട്ട് എന്നുള്ളൊരു സീക്വൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് രവീന്ദ്രനും കൈതപ്രവും കൂടെ പാട്ടുണ്ടാക്കും. ഇവിടെ ഓരോരോ സീൻ എഴുതി കൊടുക്കുന്ന അനുസരിച്ച് സിബി മലയിൽ ഷൂട്ട് ചെയ്തു. ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ തിരക്കഥയാണ് ഭരതം എന്ന് ആരെങ്കിലും പറയുമോ? മോഹൻലാലിന് നാഷണൽ അവാർഡ് വാങ്ങിച്ചു കൊടുത്ത സിനിമയാണ്. പക്ഷെ ലോഹിതദാസിന്റെ തിരക്കഥ എഴുത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ്. എന്തായാലും 6 ദിവസം കൊണ്ട് കിരീടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ അതേ ലോഹിതദാസ് ആദ്യമായി എഴുതാൻ വന്നത് തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഇന്റർവ്യൂ വരെ മാത്രമേ തനിയാവർത്തനം എഴുതിയിരുന്നുള്ളൂ. അതിന് ഇന്റർവ്യൂ വരെ ലോഹി എഴുതി കൊടുത്തു. ബാക്കി ഷൂട്ടിങ്ങിനിടയിലാണ് ആദ്യ സിനിമയ്ക്ക് പോലും ലോഹിതദാസ് എഴുതി കൊടുത്തത്. ഇപ്പം മാതൃഭൂമി നടത്തുന്ന ഒരു സാഹിത്യോത്സവമുണ്ട്, ഇപ്പോൾ 6ാമത്തെ എഡിഷന്റെ ആലോചന യോഗത്തിന് എന്നെയും വിളിച്ചിരുന്നു, ഞാൻ പോയിരുന്നു കനകുന്ന്. ഈ കായുടെ ഇപ്പോൾ ഫെബ്രുവരി 8 മുതൽ എന്തോണ് തിരുവനന്തപുരത്ത് കായുടെ ഉത്സവം തുടങ്ങുന്നത്. അപ്പോൾ 1ാമത്തെ ആണോ 2ാമത്തെയോ എഡിഷനിൽ സത്യനന്ദിക്കാടും ശ്രീനിവാസനും പങ്കെടുത്തിരുന്നു. അവതാരകനായി മോഡറേറ്ററായിട്ട് ബെന്നി പി നായരമ്പലമായിരുന്നു. ബെന്നി ചോദിച്ചു, സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ടീം മലയാള സിനിമയ്ക്ക് രസകരമായ കുറേ സിനിമകൾ തന്നു, ഇപ്പോൾ ആ ടീമില്ല. സത്യനന്ദിക്കാട് മറ്റുള്ളവരുടെ തിരക്കഥയിൽ അല്ലെങ്കിൽ സ്വന്തമായി എഴുതി സംവിധാനം ചെയ്തു. ശ്രീനിവാസൻ മറ്റുള്ളവർക്കായി തിരക്കഥ എഴുതി കൊടുക്കുന്നു. അദ്ദേഹം ഒരു സിനിമ ഇപ്പോൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. എന്തു പറ്റി നിങ്ങളുടെ ടീമിന് എന്ന് ചോദിച്ചു. കൗശലക്കാരനായ സത്യേട്ടൻ ഒരു വിടർന്ന ചിരിയോടെ പറഞ്ഞു. അപ്പോൾ സത്യേട്ടൻ എന്ത് പറയുമെന്ന് കേൾക്കാൻ സത്യത്തിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. സത്യേട്ടൻ എന്താണ് പറയാൻ പോണത്? അപ്പോൾ ശ്രീനിവാസനും ഇരുന്ന് ചിരിച്ചു. സത്യൻ എന്താണ് അതിന് മറുപടി പറയാൻ പോണത്? അപ്പോൾ കൗശലക്കാരനാണല്ലോ സത്യേട്ടൻ. സത്യേട്ടൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ചതാണ് ഒരു ഇടവേള എടുക്കാം. കാരണം ഞങ്ങൾ കുറേ സിനിമ ഒന്നിച്ച് ചെയ്തതല്ലേ, അതുകൊണ്ടൊരു ഗ്യാപ്പ്. ഞാൻ മറ്റുള്ളവരുടെ തിരക്കഥയിൽ അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന തിരക്കഥയിൽ സിനിമകൾ ചെയ്യും. അതുപോലെ ഷീനി ഉദയനാണ് താരം പോലുള്ള തിരക്കഥകൾ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുന്നു. ഇടയ്ക്ക് അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്യും. ഞങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ എന്ന് ആയിരക്കണക്കിന്
നിശാഗന്ധിയിൽ കൂടിയിരിക്കുന്ന ആൾക്കാർ മുമ്പിൽ വെച്ച് ബെന്നിയോട് സത്യേട്ടൻ ചോദിച്ചു. അർത്ഥഗർഭമായി ശ്രീനിവാസൻ പിന്നെയും ചിരിച്ചു. ആ ചിരി കണ്ട ബെന്നി ചോദിച്ചു, എന്താ ഷീനിച്ചേട്ടനൊരു ചിരി? സത്യേട്ടൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. ഒരു മടിയുമില്ലാതെ ഷീനിച്ചേട്ടൻ പറഞ്ഞു, ശരിയല്ല, സത്യൻ പറഞ്ഞത് ശരിയല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. സത്യന് എന്നേക്കാൾ കഴിവുള്ള ലോഹിതദാസിനെയൊക്കെ കിട്ടിയപ്പോൾ ഈ ദുഷ്ടൻ എന്നെ തഴഞ്ഞതാണ്. എനിക്കും പിടിച്ചു നിൽക്കണ്ടേ? അതുകൊണ്ട് ഞാൻ തിരക്കഥകൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് നൽകി ജീവിക്കുന്നു. ഇതാണ് പരമമായ സത്യം. ഇയാളത് പറയില്ല. ശരിക്കും സത്യയുടെ ചമ്മി വിളറി. നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു ശ്രീനിവാസന്റെ തുറന്നു പറച്ചത്. സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കോംബോ ഒരു വലിയ വിജയമായിരുന്നു എന്നത് ചരിത്രമാണല്ലോ. എത്ര നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച എത്ര സിനിമ ഉണ്ടാക്കി. ഇരുവർക്കും അതുപോലെ ഒരു ടീമിനെ കിട്ടിയില്ല എന്നതും സത്യമാണ്. സത്യയുടെ മറ്റു പലരെ കൊണ്ടും ചെയ്തു, നല്ല സിനിമകൾ ചെയ്തു. പക്ഷേ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് ടീമിന്റെ സിനിമ പോലെ ഒന്നും ആയിട്ടില്ല എന്ന് ഞാൻ പറയും. ഈ കായയുടെ ഒരു ചെറുതോട് പറയാം. കായയുടെ ഇതിൽ പങ്കെടുക്കാനായിട്ട് ബെന്നി വന്നു. അപ്പോൾ ബെന്നി എന്നെ വിളിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ബെന്നി വിളിക്കുമല്ലോ. ഞാൻ മസ്കറ്റിലാണ് താമസം. ശാന്തി ഇറങ്ങുമോ എന്നിട്ട് ഞാൻ അങ്ങനെ ബെന്നിയെ കാണാൻ ചെന്നു. അപ്പോൾ തൊട്ടടുത്ത റൂമിൽ ഷീനിച്ചേട്ടൻ ഉണ്ട്. പക്ഷേ ഷീനിച്ചേട്ടനും സത്യനന്ദിക്കാടും കൂടി പ്രിയദർശൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഷീനിച്ചേട്ടനെ കണ്ടില്ല. ബെന്നിയോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ച് ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ബെന്നി ഇറങ്ങു, ദിനേശ് നാളെ രാവിലെ ഏർലി മോർണിംഗിനാണ് ഫ്ലൈറ്റ്. എനിക്ക് മാതൃഭൂമി തന്ന ഒരു കൊടയുണ്ട്. എന്ന് എഴുതിയ വെള്ള തുണിയിലുള്ള മനോഹരമായ കൊടയാണ്, കാലം കൊട. ഈ കൊട ഞാൻ തന്ന ദിനേശ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, പിന്നെന്ത്? ആ കൊട ബെന്നി എനിക്ക് തന്നു. ഞാൻ മസ്കറ്റ് ഹോട്ടലിന്റെ റിസപ്ഷനിലൂടെ ഈ കൊടയും പിടിച്ചു പോയി. അപ്പോൾ റിസപ്ഷനുള്ളവർ വിചാരിച്ചാണ് തലയ്ക്ക് സുഖം അല്ലാത്ത ഒരുത്തമാണെന്ന് കൊടയും പിടിച്ച്. എനിക്ക് അഭിമാനം തോന്നി. മാതൃഭൂമിയുടെ കൊടയില്ലേ, മാതൃഭൂമി എന്ന് എഴുതിയിട്ടുണ്ട്, മാതൃഭൂമി എന്ന് എഴുതിയിട്ടുണ്ട്. കുറേ കാലം ഞാൻ ആ കൊട ഷൈൻ ചെയ്ത് കൊണ്ടുവരുന്നപ്പോൾ ഇവിടെ പോകുമ്പോഴും ആളുകൾ ശ്രദ്ധിക്കും, ഇത് ഇവിടുന്ന് മാതൃഭൂമിയുടെ കായക്കണ്ട് ദിനേശ് പിടിച്ചുകൊണ്ട് കിടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഷീനിച്ചേട്ടൻ സത്യനന്ദിക്കാടിന് ഇട്ട് കൊടുത്ത ഒരു പാരയുടെ കഥ കൂടെ പറയാം. അതും തിരക്കഥയായിട്ട് ബന്ധപ്പെട്ടത്, സിനിമയായിട്ട് ബന്ധപ്പെട്ടത്. പുതിയൊരു സിനിമ കണ്ടെത്താൻ സത്യനന്ദിക്കാടും ശ്രീനിവാസനും കൂടി മദ്രാശിയിലെ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പോൾ ന്യൂ വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെ താവളമാണ്. അവിടെ ഒരു മുറിയിൽ ടി ദാമോദരൻ മാഷും ഐ വി ശശിയും പുതിയ സിനിമയുടെ ചർച്ചയിലാണ്. മറ്റൊരു മുറിയിൽ ജോൺ പോളും, വേറൊരു മുറിയിൽ പത്മരാജനുമുണ്ട്. മമ്മൂട്ടിയും ഭരതനും അരവിന്ദനും ഒക്കെ വന്നു പോകുന്നുണ്ട്. ചിലർ ഷൂട്ടിങ്ങിനാകാം, ചിലർ എഡിറ്റിങ്ങിനാവാം, മറ്റു ചിലർ തിരക്കഥ എഴുതാനോ ചർച്ചയ്ക്കോ ഒക്കെ ആവാം. എന്തായാലും മുഴുവൻ മലയാള സിനിമാക്കാരും അവിടെ വുഡ്ലാൻഡ്സിലുണ്ട്. ഒരു നാള് ഇതേ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സംവിധായകൻ ശ്രീനിവാസനെയും സത്യനന്ദിക്കാടിനെയും കാണാൻ വന്നു. ഇന്ന് രാത്രി എൻ്റെ പുതിയ പടത്തിന്റെ പ്രിവ്യൂ ഉണ്ട്, രണ്ടുപേരും വരണം, കാണണം, എനിക്ക് സത്യസന്ധമായ അഭിപ്രായം പറയണം. ഇതിനാണ് വന്നത്. ഭേദപ്പെട്ട സിനിമകൾ എടുത്തിട്ടുള്ള നല്ല പരിചയമുള്ള സംവിധായകനാണ് ക്ഷണിക്കുന്നത്. വൈകുന്നേരം സെഞ്ചുറി ഫിലിംസിൽ വിളിച്ചു പറഞ്ഞ് ഒരു കാറ് വരുത്തി. തടിയം മണി എന്ന് വിളിക്കുന്ന ഷൂട്ടിംഗ് മദ്രാസിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. തടിയം മണി എന്ന് പറഞ്ഞ ഡ്രൈവറുണ്ട്, സിനിമാക്കാർക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ്. മണി കാറുമായിട്ട് വന്നു. ചെന്നു, സിനിമ തുടങ്ങി. ഏറെ സമയം കഴിയും മുമ്പ് എന്നെ മനസ്സിലായി ചിത്രം അപകടത്തിലേക്കാണ് പോണത്. പരസ്പര ബന്ധമില്ലാത്ത തിരക്കഥ. നല്ല വിധേന ഇന്റർവെല്ലായി. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് നന്നാകുമായിരിക്കും. ഫസ്റ്റ് ഹാഫ് കുളമായാലും കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് നന്നാകുമായിരിക്കും. ആ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സിനിമ തീർന്നു. പുറത്തെ വാതിലിൽ സംവിധായകൻ അഭിപ്രായം കേൾക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. സൂപ്പർ, പ്രമാദം, കലക്കി എന്നൊക്കെ പറഞ്ഞ് കള്ളങ്ങൾ ഓരോരുത്തരും സംവിധായകനെ കൈപിടിച്ച് കുലുക്കി പറയുന്നുണ്ട്. അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞ് 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 സംവിധായകനെ ഒരു പരുവാക്കുകയാണ്. ആ തക്കം നോക്കി കാറിൽ കയറി സത്യനന്ദിക്കാടും ശ്രീനിവാസനും രക്ഷപ്പെട്ടു. മടങ്ങി വരുന്ന വരവില് തടിയം മണിയോട് സത്യനന്ദിക്കാട് ചോദിച്ചു, പടം എപ്പടി ഇരിക്കും മണി? പടമാ ഇത് പടമാ എന്നായി? മണി അസഹ്യതയോടെയാണ് അത് പറഞ്ഞത്. കാരണം സഹിക്കാൻ പറ്റില്ല, ഇത്രയും മോശം പടം അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മണി വെച്ച് കാച്ചി. പേശ കൂടാതെ അങ്ങനെ പറയരുത് എന്ന് ശ്രീനിവാസൻ ഗൗരവത്തിൽ മണിയെ ഭീഷണിപ്പെടുത്തി. ഇയാൾ എന്തിന് ഇത്ര സീരിയസ് ആവുന്നുവെന്ന് സത്യനന്ദിക്കാട് ആലോചിച്ചു. ഈ പടത്തിന്റെ അർത്ഥം തനിക്ക് മനസ്സിലാകാതെ പോയതാകണമെന്ന് മണിയും വിചാരിച്ചു.
വുഡ്ലാൻഡ്സിൽ തിരിച്ചെത്തി. കതകടച്ച് കുറ്റിയിട്ട് ഷീനിച്ചേട്ടൻ. ശ്രീനിവാസൻ ആകെ അസ്വസ്ഥനാണ്. ഷീനി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നമ്മുടെ പടമൊന്നും അല്ലല്ലോ എന്നാ ഈ സത്യേട്ടൻ. അതല്ല, സംവിധായകന്റെ മുന്നിൽ ചെന്ന് വിടാതെ ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നാളെ രാവിലെ അയാളെ കാണേണ്ടി വരും. ഇതേ ഹോട്ടലിൽ തന്നെയല്ലേ അയാളും താമസിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇതാണ് ശ്രീനിവാസന്റെ ടെൻഷൻ. റിലീസിനൊരുങ്ങുന്ന ഒരു സിനിമയെ പറ്റി ബോറാണ് എന്ന് എന്തായാലും പറയാൻ പറ്റില്ല. അക്കാര്യത്തെ പറ്റി എന്തായാലും എനിക്ക് ടെൻഷനില്ല എന്ന് സത്യേട്ടൻ പറഞ്ഞു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംവിധായകനോട് പറയാനുള്ള അഭിപ്രായം സത്യേട്ടൻ മനസ്സിൽ രൂപപ്പെടുത്തി വെച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല കൗശലക്കാരനാണ് സത്യേട്ടൻ. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്റർവ്യൂ ആവും മുമ്പ് തന്നെ സത്യേട്ടൻ ഒരു തീരുമാനം എടുത്തു. ഈ പടത്തിന്റെ അഭിപ്രായം ചോദിക്കാൻ സംവിധായകൻ വരുമ്പം പറയേണ്ട ഉത്തരം പുള്ളി മനസ്സിൽ റെഡിയാക്കി വെച്ചു. പറയാനുള്ള വാചകങ്ങൾ പോലും റെഡി. നിങ്ങളെന്താ അയാളോട് പറയുക എന്നായി ഷീനിച്ചേട്ടൻ. ഒരു കുട്ടിയുടെ കൗതുകത്തോടെ ഷീനിച്ചേട്ടൻ അത് കേൾക്കാനായിരുന്നു. പടം ഓടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സമൂഹത്തോട് പറയാൻ തോന്നുന്ന ചില കാര്യങ്ങൾ ധൈര്യപൂർവ്വം ഈ സിനിമ പറയുന്നു. എങ്ങനെയുണ്ടെന്ന് സത്യം ചോദിക്കും മുമ്പ് ആരോ കോളിംഗ് ബെല്ലടിച്ചു വാതിലിലെ, മുറി തുറക്കാനായിട്ട്. സത്യനന്ദിക്കാട് പോയി വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ ഇപ്പൊ പ്രിവ്യൂ കണ്ട പടത്തിന്റെ സംവിധായകൻ. ഇന്നലെ എന്താ പെട്ടെന്ന് പൊക്കളഞ്ഞത്? നിങ്ങളെ രണ്ടുപേരുടെയും അഭിപ്രായം അറിയാൻ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്തു തോന്നി എന്ന് ചോദിച്ചു. എന്തു തോന്നാൻ എന്ന് പെട്ടെന്ന് എടുത്തടിച്ച പോലെ ഷീനിച്ചേട്ടൻ പറഞ്ഞു. എന്തു തോന്നാൻ? എന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് ഗഹനമായി ആലോചിക്കും പോലെ ശ്രീനിവാസൻ പറഞ്ഞു, പടം ഓടുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സമൂഹത്തോട് പറയാൻ തോന്നുന്ന ചില കാര്യങ്ങൾ ധൈര്യപൂർവ്വം ഈ സിനിമയിൽ നിങ്ങൾ പറയുന്നു. ഒറ്റ ശ്വാസത്തിൽ ഷീനിച്ചേട്ടൻ വച്ചൻ കാച്ചി. സത്യനന്ദിക്കാട് പറയാൻ വെച്ചിരുന്ന ഡയലോഗാണ്. അതിനെടുത്ത് ഷീനിച്ചേട്ടൻ അടിച്ചു. സംവിധായകന്റെ മുഖത്ത് സന്തോഷം, അല്ല തെല്ലി. കറക്റ്റ്, അത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. സത്യന്റെ അഭിപ്രായം എന്താ? ഇനി അത് പറ. ശ്രീനിവാസൻ പറഞ്ഞത് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തന്നെ. ഇനി സത്യം പറ. അഭിപ്രായം മോഷ്ടിക്കപ്പെട്ടു പോയതിന്റെ ഷോക്കില് സത്യേട്ടൻ ഒന്ന് പതറി. വാക്കുകൾ കിട്ടാതെ ഒന്ന് തപ്പി. ഒടുവില് അദ്ദേഹം പതുക്കെ പറഞ്ഞു, പടം കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് സ്ഥിരം ഉത്തരം പറഞ്ഞങ്ങ് നിർത്തി. നിങ്ങളിങ്ങനെ പറയൂ, സംവിധായകൻ പറയാണ്, നിങ്ങളിങ്ങനെ പറയൂ. ഷീനിയെ കണ്ടോ? മനസ്സിൽ തോന്നിയത് സത്യസന്ധമായി പറഞ്ഞു. താങ്ക് യു ഷീനി. ഷീനിയാണ് ഉത്തരം പറയാൻ പെടുക്കുക. സത്യൻ കൗശലക്കാരനായിട്ട് കണ്ടയാ. പടം കൊള്ളാം എന്ന് എല്ലാവരും പറയും പോലെ ഒരു അഴവഴമ്പം ഉത്തരം പറഞ്ഞ് നിർത്തി. താങ്ക് യു ഷീനി. സംവിധായകൻ തിരക്ക് പിടിച്ച് വാതിലടച്ച് പോയി. സത്യയുടെ ഓടിച്ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. മല്ലയുദ്ധത്തിന് സത്യൻ തയ്യാറെടുക്കുകയാണോ എന്ന സംശയത്തിൽ സത്യന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഷീനിച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം സത്യ, മറ്റൊരു വഴിയും ഇല്ലാതായിപ്പോയി. അതൊരു കൂട്ടശരിയിൽ അവസാനിച്ചു. ഇപ്പോഴും ഈ ചതിയെപ്പറ്റി സത്യനന്ദിക്കാട് പറയാറുണ്ട്. അപ്പോഴൊക്കെ ഷീനിച്ചേട്ടൻ മാപ്പും പറയും. പക്ഷെ ഇതുവരെ ഈ ജന്മത്തിൽ ഞാൻ മാപ്പ് തരില്ല എന്നാണ് ഷീനിച്ചേട്ടൻ പറയുന്നത്. ഓരോ തവണ പറയുമ്പോഴും ഷീനിച്ചേട്ടൻ മன்னிച്ചെടുക്കോ, മാപ്പ്, അന്നങ്ങനെ പറഞ്ഞാൽ മാപ്പ് എന്ന് പറയും. സത്യേട്ടൻ പറയുന്നത് ഈ ജന്മം ഞാൻ മാപ്പ് തരില്ല, കാരണം അങ്ങനെ വെട്ടിലാക്കി കളഞ്ഞു. ഇതാണ് ഇന്ന് പറഞ്ഞ തിരക്കഥാരംഗത്തെ തമാശകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വേറൊരു കഥയുമായി വരാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വ്യത്യസ്തമായ കഥകൾ തേടിയുള്ള അലച്ചിലാണ് ഞാൻ. നോക്കാം. എല്ലാവർക്കും നമസ്കാരം.